ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പരീക്ഷണമാണ് കേട്ടാ. കുറച്ച് ദിവസമായി കുറേ വീഡിയോസ് എൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ട്. എന്താണെന്നറിയോ, ഈ പൂക്കളൊക്കെ വെച്ച് പ്രിന്റിങ് എടുക്കുന്ന ടൈപ്പ് കണ്ട് എനിക്കും തോന്നി അതൊന്ന് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് കളർഫുൾ പൂക്കളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം മഴയൊക്കെ വന്ന് എല്ലാം ചീഞ്ഞു പോയി. ഇപ്പം ആകെതാ കുറച്ച് ചെക്കിയും പിന്നെ പേരറിയാത്തൊരു വയലറ്റ് പൂവും ആന്തൂറിയും, അങ്ങനെ 2-3 പൂക്കൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഈ ചെക്കി ഓറഞ്ച് ചെക്കിയാണ്. അതിൻ്റെ അകത്തൊരു കളർ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുവന്ന ചെക്കി ഉണ്ടായിരുന്നു, കാട്ടി ചെക്കി എന്ന് പറയുന്നത്, അതും കുറച്ച് പറിച്ചു. പിന്നെ ഇതാ നമ്മുടെ വളപ്പിലെല്ലാം കാണുന്ന ഈ മഷിത്തണ്ടിൻ്റെ ഈ പൂവും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു വയലറ്റ് കളറായതുകൊണ്ട് നല്ല രസം ഉണ്ടാവും എന്ന് വിചാരിച്ച്. ഈ മഷിത്തണ്ട് കാണുമ്പോൾ എപ്പോൾ ഒരു നൊസ്റ്റു ഫീലിംഗ് ആണ്. പണ്ടിൽ ഈ മഷിത്തണ്ടിനെല്ലാം വേണ്ടിയിട്ട് അടിയാന്ന്. അന്നേരം നമ്മൾ ഈ സ്ലേറ്റിലെല്ലാം എഴുതിയത് വായിക്കാൻ ഇതിൻ്റെ വെള്ളമാണ് ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കായ് ഉണ്ടാവുന്നുണ്ട്, അതിനിങ്ങനെ പൊട്ടിച്ച് കളിക്കാനൊക്കെ നല്ല രസമാണ്. ഇതൊക്കെയായിരുന്നു ചെറുപ്പകാലത്ത് നമ്മളെല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ്സ്. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഇതെല്ലാം എന്തെങ്കിലും അറിയാം. അതെല്ലാം ഒരു കാലം തന്നെയാണ്, ഒരിക്കലും തിരിച്ച് കിട്ടാത്തൊരു കാലം. നൊസ്റ്റു അടിച്ചേക്കാണ്ട് വേഗം ഞാൻ എന്താ പൂക്കളൊക്കെ പറിച്ചെടുത്ത് ഇതുപോലെ കുറച്ച് ചപ്പും പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അമ്മമ്മയുടെ ഒരു പഴയ വെള്ളം മുണ്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പരീക്ഷണത്തിനെല്ലാം ബെസ്റ്റ് അമ്മമ്മമാരുടെ വെള്ളം മുണ്ട് തന്നെയാണ്. ഇതിൽ ഞാൻ എൻ്റെ മോളുടെ അളവിൽ ഒരു എയർലൈൻ ഫ്രോക്കിൻ്റെ ജസ്റ്റ് ഒരു മാർക്കിങ് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇന്നത്തെ പരീക്ഷണം കൊണ്ട് ഓക്കൊരു ഡ്രസ്സാകുന്നുണ്ടെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിന് ശേഷം ഞാൻ ഫ്രണ്ട് ഭാഗം മാത്രം എടുത്തിട്ട് ചെക്കിപ്പൂവും കുറച്ച് ചപ്പലും വെച്ച് ആദ്യം ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി. എന്നിട്ട് അത് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി. പിന്നെ അതും ശരിയാവുന്നില്ല തോന്നിയപ്പോൾ നമ്മുടെ മഷിത്തണ്ടിൻ്റെ പൂവ് എടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് നോക്കി. അപ്പോൾ ആ കളറ് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയതുകൊണ്ട് ഈ ചെക്കിപ്പൂവിനെ ഞാൻ അങ്ങനെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് നമ്മുടെ മഷിത്തണ്ടിൻ്റെ പൂവ് മാത്രം വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ചപ്പും കൂടി വെച്ച് കൊടുത്ത് അതിന് ശേഷം നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അതാകുമ്പോൾ നമ്മൾ പ്രസ് ചെയ്തെടുക്കുമ്പോൾ നീങ്ങി പോകില്ല. പ്രസ് ചെയ്യാൻ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ കുത്തുന്ന ഈ കല്ലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കുത്തിച്ചതച്ചിട്ട് അതിൻ്റെ നീരൊക്കെ നമ്മുടെ തുണിയിലേക്ക് വരുന്ന രീതിക്ക് നന്നായിട്ട് ചതച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ സെല്ലോ ടേപ്പ് മെല്ലെ ഇങ്ങനെ പറിച്ചെടുക്കാം. അന്നേരം നമ്മുടെ എതളിലെ കളറും ചപ്പിലെ കളറിൽ അതിൻ്റെ അകത്തേക്ക് പിടിച്ചിട്ടുണ്ടാവും. എതളിലെ കളറ് കുറച്ചിങ്ങനെ സ്പ്രെഡായ പോലെ ഉണ്ട്, പക്ഷേ നമ്മുടെ ചപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇലയുടെ ഡിസൈനാണ് ഒരുപാട് ഇഷ്ടമായത്. നമുക്ക് വരക്കാനൊന്നും അറിയില്ലെങ്കിൽ ഈ ഒരു മാർഗം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പക്ഷേ ഇത് വാഷ് ചെയ്യുമ്പം എത്രത്തോളം നിൽക്കും എന്നറിയില്ല. എന്തായാലും വിജയിക്കില്ല എന്ന് വിചാരിച്ച ഒരു പരീക്ഷണം വിജയിച്ച സന്തോഷത്തിലാണ് ഞാൻ. ഇനി ഇതൊന്ന് വേഗം മോക്ക് അടിച്ചു കൊടുത്തിട്ട് മോളെ ഇട്ടിട്ടും കൂടി കാണിച്ചു തരാവേ. അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഞാൻ താഴെ വേറൊരു ഇലയും കൂടി വെച്ചിട്ട് പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി വലിയ പൂവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനത്തെ പൂക്കളൊന്നും കിട്ടാത്തതുകൊണ്ടാണ്. എന്തിനായാലും എൻ്റെ മോള് ഹാപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.